നമസ്കാരം, ഡോക്ടർ വി പി ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോമിനെ കുറിച്ചാണ്. അതെ, PCOS കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ 100-ൽ 24 സ്ത്രീകൾക്കും PCOS കണ്ടുവരുന്നുണ്ട്. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമായിട്ടാണ്, ഒരു കണ്ടീഷനായിട്ടാണ് മാറിയിരിക്കുന്നത്. PCOS എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസുകൾ കൊണ്ടിട്ട് നമ്മളുടെ ശരീരത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ വരും. അതിനകത്ത് വരുന്ന ഒന്നാണ് ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് വരിക, അതുപോലെ തന്നെ രോമ വളർച്ചകൾ കൂടുക, മുഖത്ത് നിറച്ച് മുഖക്കുരുകൾ വരിക, അതുപോലെ തന്നെ ഫെർട്ടിലിറ്റിനെ വരെ ബാധിക്കുന്ന ഒന്നാണ് PCOSന്റെ സിംറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് വരുന്നതാണ് ഓവർ വെയിറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തടി കൂടുക, അല്ലെങ്കിൽ തടി കൂടിയാൽ തന്നെ കുറയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുക. പിന്നെ ഇത് രോമ വളർച്ച അധികം ഉണ്ടാകുന്നത് ഹിർസൂട്ടിസം എന്നാണ് പറയുന്നത്. മുഖത്തും അല്ലെന്നുണ്ടെങ്കിൽ താടിയിലൊക്കെ ആയിട്ട് രോമ വളർച്ചകൾ കൂടുക, പിന്നെ അതുപോലെ തന്നെ മുടി പൊഴിയുക. പിന്നെ ഇതിൽ വരുന്ന ഒന്നാണ് ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഫെർട്ടിലിറ്റിക്കും ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളുണ്ട്. ഓരോ സ്ത്രീകളിലും PCOSൽ കണ്ടുവരുന്ന സിംറ്റംസ് വ്യത്യാസമായിരിക്കും. ചിലർക്ക് വളരെ മൈൽഡർ ഫോമിലാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് വളരെ സിവിയർ ആയിട്ടായിരിക്കും അത് കണ്ടുവരുന്നുണ്ടാവുക. ഇത് കൂടാതെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസും ഇതുപോലെ PCOS ഉള്ള സ്ത്രീകളിൽ കണ്ടുവരാറുണ്ട്. കാരണം ഹോർമോണൽ ഇംബാലൻസുകൾ അധികം നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. PCOSന്റെ കുറച്ച് കോസുകൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ PCOS ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്നൊന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ അമ്മയോ സിസ്റ്ററോ ആന്റിയോ ആർക്കെന്തുണ്ടെങ്കിലും PCOSന്റെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ PCOS ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നിങ്ങളും എപ്പോഴും വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. നേരത്തെ പറഞ്ഞ സിംറ്റംസ് എല്ലാം ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ടിട്ടാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഹോർമോണൽ ഇംബാലൻസ് ടെസ്റ്റോസ്റ്റിറോണിന്റെ ആണ്. അതെ, സ്ത്രീകളുടെ ശരീരത്തിലാണെങ്കിലും ചെറിയൊരു അളവിൽ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ അളവ് കൂടുമ്പോഴാണ് നമ്മൾക്ക് ഇപ്പോൾ PCOSൽ പല രീതിയിലുള്ള ഫേഷ്യൽ ഹെയർസ് ഗ്രോ ചെയ്യുന്നത് പോലുള്ള കണ്ടീഷൻസ് വരുന്നത്. ശരീരത്തിൽ ഇൻസുലിന്റെ അളവ് കൂടുന്ന സമയത്ത് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നു, ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് ഉണ്ടാവുന്നു, മുഖക്കുരു ഉണ്ടാവുന്നു, അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി പോലത്തെ ബുദ്ധിമുട്ടുകളാണ് PCOS ഉള്ള സ്ത്രീകളിൽ കണ്ടുവരുന്നത്. PCOS കൃത്യമായി ഡയഗ്നോസ് ചെയ്യുകയും അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എടുക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെന്നുണ്ടെങ്കിൽ അത് ലോങ് ടേം ആയിട്ടുള്ള പല അസുഖങ്ങൾക്കും കാരണമാകും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയബറ്റീസ് പോലുള്ള കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യാം, അതുപോലെ തന്നെ കാർഡിയോവാസ്കുലർ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഡെവലപ്പ് ചെയ്യാം. പിന്നീട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇത് ഉറക്കത്തിനെ വരെ ബാധിക്കുന്ന ഒന്നാണ്. കാരണം ഉറക്കത്തിൽ കൂർക്കം വലിക്കുകയും അതുപോലെ ഉറക്കം ഇല്ലാതാവുകയും ചെയ്യുന്ന കണ്ടീഷൻസ് പല സ്ത്രീകളിലും കണ്ടുവരുന്നുണ്ട്. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആണ് PCOSനെ പ്രിവെന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ PCOS ഉണ്ടെങ്കിൽ തന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു മെഷർ. യെസ്, ഇപ്പോൾ ഇത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴും വളരെ ഹെൽത്തി ആയിട്ടുള്ള വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മീൽ കഴിക്കാൻ തന്നെ ശ്രമിക്കുക. ഇതിനകത്ത് ഇപ്പോൾ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ടുള്ള ഷുഗർ, മൈദ ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ചോക്ലേറ്റിന്റെ ഇൻടേക്ക്, ആഡഡ് ഷുഗേഴ്സ് എല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കുക. കഫീൻ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഈ എക്സ്ട്രാ സോൾട്ടും ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മോഡറേറ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകൾ, അതും കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകൾ ഉപയോഗിക്കുക. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പ്രോട്ടീൻ ഇൻടേക്കും വളരെ അത്യാവശ്യമാണ്. ഹെൽത്തി ഫാറ്റ്സും ഇതോടൊപ്പം കഴിക്കേണ്ടതാണ്. റെഗുലർ ആയിട്ടുള്ള എക്സസൈസും ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാർഡിയോ എക്സസൈസിൽ കൂടുതൽ ഇൻവോൾവ് ആവാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ഒബേസ് ആവാതിരിക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ ഓവർ വെയിറ്റ് ആവാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഒരു BMI ഒരു 25-ൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനെ പതുക്കെ കുറച്ച് 25-ൽ താഴെ ആക്കാനായിട്ട് തന്നെ ശ്രമിക്കേണ്ടതാണ്. PCOSനെ ഇതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാനും സിംറ്റംസിനെ ഒന്ന് ബാലൻസ് ചെയ്യാനുമുള്ള കുറച്ച് യോഗ പോസ്റ്റേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ യോഗ പോസ്റ്റേഴ്സും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങളുടെ BMI 30-ൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ കാണുകയും അതുപോലെ തന്നെ വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ടും ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മളുടെ ഇന്നത്തെ വീഡിയോ PCOSനെ കുറിച്ചായിരുന്നു. സോ ഇങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കിത് ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അഥവാ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് നിങ്ങളുടെ പ്രോപ്പർ കണ്ടീഷൻസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.